നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്ര ഗുണങ്ങളും 6 ഹൗസും അതുപോലെ തന്നെ പൊതു സ്വഭാവങ്ങളും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കർമ്മബന്ധവുമാണ് നമ്മളുടെ വിഷയം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന റൂട്ട് സ്റ്റാറിനെ പറ്റിയാണ്. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ബ്രഹ്മകമലമാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അവിടെ നിന്നാണ് ധനുരാശി, അവിടെ നിന്നാണ് തുടക്കുന്നത്. 9th ഹൗസാണത്. ഭാഗ്യം, പുണ്യം ഒക്കെ ആരംഭിക്കുന്നത് ആ ഭാഗത്തു നിന്നുമാണ്. കാലപുരുഷൻ്റെ 9th ഹൗസാണ്. അപ്പം ഞാൻ അയനാംശത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സീരിയസ് ആയിട്ട് അസ്ട്രോളജിയെ വാച്ച് ചെയ്യുന്നവർ മാത്രമേ അത് കാണത്തുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവർക്ക് വേണ്ടിയിട്ടുമാണ് അത് ചെയ്തത്, അല്ലാത്തവർക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അയനാംശത്തെക്കുറിച്ച് പറഞ്ഞപ്പം റൂട്ട് സ്റ്റാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തു തന്നെ ആയാലും ആ ഒരു പോയിൻ്റ് ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പം എർത്ത് സെൻട്രിക്കായിട്ട് നേരെ മുകളിലോട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ സമയത്ത് ജനിച്ച ആൾക്കാരിലുണ്ടാവുന്ന ഗുണദോഷങ്ങളും കർമ്മബന്ധങ്ങളുമാണ് നമ്മളെ ഇന്നത്തെ ചിന്താവിഷയം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ 19ാമത്തെ നക്ഷത്രമാണ് മൂലം എന്ന് പറയുന്നത്. ധനുരാശിയിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. ഓരോ സീരീസിലും, അതായത് കേതുവിൽ തുടങ്ങി അശ്വതിയിൽ തുടങ്ങി ആയില്യത്തിൽ അവസാനിക്കുകയും മകത്തിൽ തുടങ്ങി തൃക്കേട്ടയിൽ അവസാനിക്കുകയും ധനുവിൽ വന്ന് മൂലത്തിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന 3 സീരീസുകളായിട്ടാണ് ചരസ്ഥിര ഉഭയ നക്ഷത്രങ്ങളായി, അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാര നക്ഷത്രങ്ങളായി ഇവർ നിൽക്കുന്നത്. ഓരോ പ്ലാനറ്റിൻ്റെയും കീഴിൽ വരുന്ന 3 നക്ഷത്രങ്ങളെയാണ് ജന്മ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജന്മനക്ഷത്രമാണെങ്കിൽ, ഇപ്പോൾ കേതുവിൻ്റെ കീഴിൽ വരുന്നതാണ് അശ്വതി, മകം, മൂലം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജന്മനക്ഷത്രമാണെങ്കിൽ ബാക്കി 2 എണ്ണമാണ് നിങ്ങളുടെ അനുജന്മ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം ദേവത നിറുതിയാണ്. അപ്പം വേര്, റൂട്ട് എന്ന അർത്ഥം വരുന്ന ഒരു സ്റ്റാറാണ് വാസ്തവത്തിൽ മൂലം എന്ന് പറയുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലം എന്ന് പറയുന്ന. ആയില്യം പോലെ, തൃക്കേട്ട പോലെ, ഇപ്പം ചിത്തിര പോലെ. ചിത്തിര പറഞ്ഞാൽ അത്ര തോണ്ടും, ആയില്യക്കാരെ നോക്കുന്നിടം മുടിഞ്ഞു. പെൺ മൂലം പെരുവഴി, ആൺ മൂലം അറവച്ച് വാഴും എന്നൊക്കെ പറയും. അത് ചുമ്മാ അങ്ങനെ വന്നാലൊന്നും പറ്റില്ല. അത് ചുമ്മാ പറയുന്നതാണ്. നല്ല പെൺമൂലങ്ങളെയും നല്ല ആൺമൂലങ്ങളെയും അതുപോലെ തന്നെ നല്ല മൂലനക്ഷത്രത്തിൽ ജനിച്ച നല്ല ഒരുപാട് ആൾക്കാരെയും, സന്തോഷമായിട്ട് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരെയും ആൺമൂലം, അതായത് നമ്മുടെ ഒരു ഫിലിം സ്റ്റാറുണ്ട്, അവരുടെ ഫാമിലിയിൽ കുറേ ആൾക്കാരെ മൂലത്തിലാണ്. അതെൻ്റെ വീടിനടുത്താണ്. കായംകുളത്തിന് തൊട്ടടുത്തുള്ള പത്മരാജൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫിലിം സ്റ്റാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് മൂലക്കാരുണ്ട്. അപ്പം അവരെല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം വളരെ അടുത്ത് നമുക്ക് പരിചയമുള്ള അതിൻ്റെ ഹൊറോസ്കോപ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതുമാണ്. അറവച്ച് വാഴുന്നത് സന്തോഷമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നാശത്തെയും നഷ്ടങ്ങളെയും മാത്രം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ആത്മീയപരമായിട്ടും പരിവർത്തനത്തിൻ്റെയും സത്യം തേടിയുള്ള യാത്രയുടെയും നക്ഷത്രം കൂടിയാണ് മൂലം എന്നുള്ളത് കൊണ്ട് തന്നെ മൂലം നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു കിഴങ്ങും നിരുതി എന്ന് പറയുന്ന ദിക്പാലകനാണ് ഇതിൻ്റെ ദേവത എന്നുള്ളത് കൊണ്ടും പെൺപട്ടിയാണ് ഇതിൻ്റെ മൃഗം എന്നുള്ളതും കോഴിയാണ് ഇതിൻ്റെ പക്ഷി എന്നുള്ളതും അസുരഗണത്തിൽപ്പെട്ട മസ്കുലൈൻ ക്വാളിറ്റിയുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നക്ഷത്രമാണ് മൂലം. മൂലം ദക്ഷിണചാരിയാണ്. സിംഹപൃച്ഛത്തോടുകൂടി അധോമുഖ നക്ഷത്രമായിരിക്കുന്ന ക്രൂര ഉഗ്ര നക്ഷത്രമാണ്. പല നല്ല കാര്യങ്ങൾക്കും ഈ നക്ഷത്രം എടുക്കത്തില്ല. മുഹൂർത്തമൊക്കെ നോക്കുമ്പം
നല്ല കാര്യങ്ങൾക്ക്, ശുഭകാര്യങ്ങൾക്ക് മൂലം വർജ്യമാണ് എന്നുള്ളതാണ്. മൂലം എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഉദ്ദേശമാണ്. അത് ഈ സിനിമാക്കാരും കോമഡിക്കാരും കൂടെ മൂലം അവർക്കറിയാവുന്ന ഒറ്റ അർത്ഥം മൂലം എന്ന് പറഞ്ഞാൽ ആ മൂലമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അറിവല്ലേ അവരെ കാണിക്കുന്നത്. അത് കേട്ട് ചിരിക്കാൻ നമ്മളും ഉണ്ട്, ഞാനും ചിരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. അപ്പോൾ മൂലം അത്ര ശരിയല്ല എന്ന് പറയുമ്പം നമ്മൾ അതിനെ തമാശയുടെ നിലവാരത്തിൽ കാണാം. പക്ഷേ മൂലം ഉഗ്ര നക്ഷത്രത്തിൽ പെടുന്ന ഒരു സ്റ്റാറും കൂടിയാണ്. മൂലം സാധാരണപരമായൊരു രീതിയും വായുഭൂതത്തിൽപ്പെട്ടതും നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് 11 കേതുവിൻ്റെ നക്ഷത്രവും, അതുപോലെ തന്നെ വിഷഘടി എന്ന് പറയുന്നത് 20 മുതൽ 24 വരെയും നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 20 മുതൽ 30 നാഴിക വരെയും, അമൃതഘടി എന്ന് പറയുന്നത് 44 നാഴിക മുതൽ 48 നാഴിക വരെയും കിടക്കുന്ന ഈ നക്ഷത്രം. സ്ഥാനം എന്ന് പറയുന്നത് കുതിര, കുട്ടാരം തുടങ്ങിയതും, ശരീരാവയവം എന്ന് പറയുന്നത് കാലടിയും കാലിൻ്റെ ഭാഗവും, അതേപോലെ തന്നെ പൈൻ മരമാണ് മൂലം നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്നുള്ളത് കൊണ്ടും, ശരദിക്ക് എന്ന് പറയുന്നത് തെക്ക് ആണ് എന്നുള്ളത് കൊണ്ടും മൂലം നക്ഷത്രം പൊതുവെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റാറാണ്. പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മുഹൂർത്താദി വിഷയങ്ങൾക്കും ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ജാതക വിശകലനത്തിൽ നമുക്ക് 27 നക്ഷത്രം ഒരുപോലെയുള്ള ജാതകഫലം പോലെ ഇരിക്കും. എന്നാൽ ഒരു പൊതു സ്വഭാവം അവർക്കുണ്ടാവും. അതാണ് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്നതും പറയാനും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ മൂല നക്ഷത്രത്തെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഉത്തരാഖണ്ഡിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 50 ഹൊറോസ്കോപ്പോളം പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാനും വിട്ടുപോകേണ്ട, കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ, കുറച്ച് കാലമായി ചെയ്തിട്ട് അതൊന്ന് കണ്ടുകൊള്ളുക. അതിനുശേഷം ഈ വീഡിയോയും കണ്ടുകൊള്ളുക. എല്ലാ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും, അതായത് ചന്ദ്രൻ ആ ഒരു സ്റ്റാറിൻ്റെ കീഴിൽ വരുമ്പോഴാണ്, ആ ഒരു പോയിന്റിൽ വരുമ്പോഴാണ്, നമ്മളിവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ മൂലം നക്ഷത്രത്തിൻ്റെ പോയിന്റിലാണ്, ആ റൂട്ട് സ്റ്റാർസിൻ്റെ കോൺസ്റ്റലേഷൻസിൻ്റെ കീഴിൽ ചന്ദ്രൻ വരുമ്പോൾ അതിൻ്റെ എനർജി ചന്ദ്രനിലൂടെ നമ്മളിലേക്ക് പ്രകാശമായിട്ട് ചൊരിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സവിശേഷതകൾ, സൈക്കിക് ഇമ്പാക്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ നക്ഷത്ര സ്വഭാവമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് പറയുന്നത്. ഒരു ഏൻഷ്യൻ സൈക്കോളജിക്കൽ മെത്തേഡാണത്, ഒരു ഒബ്സർവേഷനാണ്. എല്ലാം ഏൻഷ്യൻ്റ് ആയാലും ഇന്നായാലും സൈക്കോളജി എന്ന് പറയുന്നത് മെയിൻലി ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ കൂടുതലും പ്രപഞ്ചത്തെയും കൂടെ ഒബ്സർവ് ചെയ്തിട്ട്, മനുഷ്യനെ മാത്രമല്ല സാഹചര്യങ്ങളെയും പ്രപഞ്ചത്തെയും പ്രപഞ്ചാതീതമായിട്ടുള്ള ശക്തിയെയും ഗ്രോസ് ലെവലിൽ മാത്രമല്ല ഏൻഷ്യൻ സൈക്കോളജി ഇരിക്കുന്നത്, സറ്റിലായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ ഒബ്സർവ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, നിലവാരമനുസരിച്ച് അസാമാന്യമായിട്ടുള്ള വിഷയങ്ങൾ പറയാം. നിലവാരവും ചിന്താരീതികളും കുറഞ്ഞാൽ മുങ്ങി തപ്പുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കഴിവിനനുസരിച്ച്, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയനുസരിച്ച് അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ നക്ഷത്രത്തിൻ്റെയും തനതായ ചില സവിശേഷതകളെ നോക്കാൻ ശ്രമിക്കാം. അത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, സത്യവുമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. റൂട്ട് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ റൂട്ടാണ്, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും. സത്യാന്വേഷികളാണ് എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനും. പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാം നമുക്ക് ആദ്യം. എന്തിൻ്റെയും ഒരു മൂല കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും. ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തരാവാതെ സത്യം കണ്ടെത്താനുള്ള ഒരു ഗവേഷണ സ്വഭാവം ഇവർക്കുണ്ട്. ഇതുവരെ മികച്ച ഗവേഷകരും കുറ്റാന്വേഷകരും ആക്കുകയും നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പലതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ളൊരു സാധ്യത ഇവർക്കുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇവരുടെ ആത്മീയപരമായിട്ടുള്ളൊരു ചായ്വാണ്. പുറമെ ഇവരങ്ങനെ കാണിക്കില്ലെങ്കിലും ഒരുപാട് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു സൈലൻറ്റ് സ്പിരിച്വൽ നേച്ചറുണ്ട്. നക്ഷത്രാധിപനായ കേതു മോക്ഷകാരകനായതിനാൽ വ്യാഴം സ്വക്ഷേത്രമാകുന്ന രാശിയായതിനാൽ ധനു കാലപുരുഷൻ്റെ ഭാഗ്യരാശി, ധർമ്മരാശി, പുണ്യരാശി ആയതിനാൽ ഇവർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ ഉള്ളുകൊണ്ട് ചെറുപ്പം മുതലേ ഒരു താല്പര്യമുണ്ടാവും. ലൗകിക ജീവിതത്തിനപ്പുറത്തായിട്ട് എല്ലാ സന്തോഷങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാലും ഉള്ളിൽ എവിടെയോ
ഒരു സംഭവം ഇവർ അന്വേഷിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കേതുവിൻ്റെ നക്ഷത്രത്തിനൊരു സ്വഭാവമുണ്ട്. നല്ല രീതിയിൽ വ്യാഴവും കൂടെ അനുഗ്രഹിച്ചുണ്ടല്ലോ, കേതുവിൻ്റെ നക്ഷത്രമായിട്ടുള്ള അശ്വതി മകം മൂലം ഇവർക്ക് എപ്പോഴും ഒരു അന്വേഷണം, ഒരു വിരക്തിയോട് എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ലെങ്കിലും ഒരു അസ്വസ്ഥത വന്നിട്ട് ഇവരെപ്പോഴും ഒരു അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ലൗകിക ജീവിതത്തിന് സുഖങ്ങൾക്കപ്പുറം ഒരു സത്യമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. ദൃഢനിശ്ചയം ആണ് മൂന്നാമത്തെ ക്വാളിറ്റി. സത്യാന്വേഷണം, ആത്മീയ ചായ്വ്, മൂന്നാമത്തെ ദൃഢനിശ്ചയം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാനും, വാക്ക് പറഞ്ഞാൽ ഒരു പരിധിവരെ വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിൽ പിന്മാറാതെ അത് ചെയ്യണം എന്നുള്ളൊരു സ്വഭാവവും, പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള അസാമാന്യമായ കരുത്തും, അതുപോലെ തന്നെ തനിക്കിഷ്ടമല്ലാത്ത വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് അത് തുറന്നു പറയാനും, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ കുഴപ്പമില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഒക്കെയുള്ള ഇവരുടെ ഒരു സ്വഭാവം ശ്ലാഘനീയമാണ്. അതൊരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ്, അത് വേണം. പലപ്പോഴും നമുക്കതൊരു പല കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചിലരെ ഏൽപ്പിച്ചാൽ ചിലർക്കേ അത് പറ്റും. അതിൽ ചില കാര്യങ്ങൾ മാത്രം പറ്റുന്ന ഒരു നക്ഷത്രമാണ് മൂലം. അത് അവർ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലാണ് ദോഷഫലങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. തങ്ങളുടെ അഗാധമായ അറിവും ഉൾക്കാഴ്ചയും കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന പ്രതിഭാശാലികളെയും ഞാൻ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ നക്ഷത്രപരമായിട്ടുള്ള ദോഷ സ്വഭാവങ്ങളെ കൂടെ നോക്കാം. കുറേ ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഉപദേശങ്ങൾ, അതുപോലെ തന്നെ ദൃഢനിശ്ചയം, നേർവഴി, ആത്മീയമായ ചായ്വ്, സത്യാന്വേഷണം, എടുക്കുന്ന തീരുമാനങ്ങളിൽ മാറാതെയുള്ള രീതികൾ, ഒരു കാര്യം ഇവർ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും താല്പര്യമുള്ളതാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന, ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ, എന്ത് പ്രതിസന്ധികൾ വന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതി, ഇതൊക്കെ ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നക്ഷത്രാധിപനും രാശിയാധിപനും ഒക്കെ ബലപ്പെട്ടാൽ പെർഫെക്റ്റ് ആവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ ദേവതയും നക്ഷത്രാധിപനും വ്യാഴവും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ, ഒരു വൈബ്രേഷൻസ് തമ്മിൽ, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒന്നാമത്തെ നശീകരണ പ്രവണതയാണ്. ദേവതയായ നിരുതിയുടെ സ്വാധീനം മൂലം തങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നശിപ്പിക്കാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഉള്ളൊരു പ്രവണത ഇവർക്കുണ്ട്. അപ്പം ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ബലമുള്ളിടത്താണെങ്കിൽ അതിനെ നശിപ്പിച്ച് ബഹളം വെച്ച് നശിപ്പിക്കും. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാധ്യത. ഉണ്ടയിട്ട് മാറുക എന്ന് പറയും നമ്മൾ. മൂലമാണ് ഉണ്ടയിട്ട് മാറും എന്ന് പറയും. കുളത്തിലൊക്കെ ചാടുന്ന സമയത്ത് ഞാൻ ഉണ്ടയിടുന്ന പോലെ ഉണ്ടയിട്ട് മാറുക എന്ന് പറയും. ഇത് ബന്ധങ്ങളിലും ജോലിയിലും ഇവരുടെ കഴിവിനനുസരിച്ച്, ഇവരുടെ നന്മയ്ക്കനുസരിച്ച് ഇവർക്കൊരു ഗുണം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധങ്ങളിലാണ് ഈ ഒരു നശീകരണ പ്രവണത ഗ്യാപ്പുണ്ടാക്കുന്നത്. അടുത്തത് മുൻകോപവും അഹംഭാവവും. തങ്ങളുടെ അറിവിലും കഴിവിലും അമിതമായി വിശ്വസിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഓവർ കോൺഫിഡൻസ് വന്നാൽ അഹംഭാവം നാശത്തിലേക്ക് നയിക്കും. കാര്യങ്ങൾ തങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണം, അങ്ങനെ പറയാൻ പറ്റുമോ? ലോകം എല്ലാവരുടെയും കൂടെയല്ലേ. നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് ശ്രമിക്കാം, എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴല്ലേ. രാത്രി കുറച്ചുകൂടെ പകലായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ട്. രാത്രിയാണ്. രാത്രിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാത്രിയിലും, പകൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പകലേ പറ്റൂ. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പല കാര്യങ്ങളൊക്കെ രാത്രിയിൽ അത് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. പക്ഷേ രാത്രിയും പകലുമാണ്. ആ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിക്കുറവ് ഇവരുടെ പല പരാജയത്തിനും കാരണമാവും. അക്സെപ്റ്റൻസ് അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അടുത്തത് അസ്വസ്ഥമായ മനസ്സ്. കേതുവിൻ്റെ സ്വാധീനം മൂലം മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും.
ശുക്രൻ മോശമാവുന്ന ഒരു ജാതകമാവുകയും കേതുവിൻ്റെ നക്ഷത്രമായ മൂലത്തിൽ ജനിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ, റിലേഷൻഷിപ്പിൽ, വിവാഹ ജീവിതത്തിലൊക്കെ സംതൃപ്തി കണ്ടെത്താനും പാടായിരിക്കും. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉറപ്പാത് അതൊരു 10-35 വയസ്സിന് മുമ്പ് തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അച്ഛനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അച്ഛനിൽ നിന്ന് അകന്നു മാറുക, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്തിന് വേണ്ടി സഹോദരങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് വരും. അത് ഗ്രഹസ്ഥിതി എല്ലാം കൂടെ നോക്കിയിട്ട് വേണം അത് പറയാൻ. എന്നിരുന്നാൽ തന്നെയും കുടുംബജീവിതത്തിൽ 4th ഹൗസ് ആൻഡ് 7th ഹൗസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളാണ്. ഭൗതികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറവായതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു കരുതൽ ഇവർ നന്നായിട്ട് കരുതും കേട്ടോ. കരുതുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ചില സമയങ്ങളിൽ എടുത്തു ചാടി ഇവർ കുളമാക്കും എന്നുള്ളതാണ്. ആ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അപ്പം കർമ്മബന്ധം എന്താണെന്ന് നോക്കാം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു, കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലതെടുത്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഈ മൂലം നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധം വളരെ ആഴത്തിലുള്ളതും പരിവർത്തനത്തിലുള്ളതുമാണ്. നമുക്കതിനെക്കുറിച്ചും കൂടി ഒന്ന് നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റഡ് സൊസൈറ്റിയിൽ തരുന്ന മിഥ്യാധാരണകളെയും തെറ്റായ വിശ്വാസങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ശരിയായ സത്യം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. വേരറുക്കുക എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെ, പുറമേ കാണുന്നതിനെ മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയായിരിക്കും ഇവരെ കടത്തിക്കൊണ്ടു പോകുന്നത്. അത് കാരണം ആ വേദന പലപ്പോഴും ഇവരുടെ അഹംഭാവത്തെയും ഭൗതികപരമായിട്ടുള്ള കെട്ടുപാടുകളെയും ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളെയും മോശം ശീലങ്ങളെയും ഇവരെ പ്രകൃതിയായി ഉപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതാണ് എന്നുള്ളത് മറക്കണ്ട. നിർതിദേവതയായിരിക്കുന്ന ഈ നക്ഷത്രം പുതിയതും ശുദ്ധവുമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയും ഭൗതികപരമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയും വളരെ ശുദ്ധമായ ഒരു സ്ഥലമാവണം എന്നാണ് പറയുന്നത്. നിർതികോൺ വസ്തുവിലാണെങ്കിൽ പോലും നിർതികോൺ വളരെ ശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ശുദ്ധമായ ഒരു തുടക്കം ആണ് പ്രശ്നങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേരറുക്കലിൻ്റെ, കർമ്മത്തിൻ്റെ ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ ഡെപ്റ്റിനെ മനസ്സിലാക്കി പുനർജനിക്കുക എന്നുള്ളതാണ്. ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് പുനർജന്മങ്ങൾ, ഒരു ജീവിതത്തിൽ ഒരുപാട് ബർത്ത് ആൻഡ് ഡെത്ത് ഒരു ലൈഫിൽ, അതാണ് ഇവരുടെ ഒരു പ്രധാന കർമ്മബന്ധം. രണ്ടാമത്തത് പൂർവജന്മത്തിൽ പൂർത്തിയാക്കാത്ത കടമകളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഞാനിതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വന്നാലും ഉള്ളിൽ നിന്ന് അത് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായ ത്വരയുണ്ടാവും. അത് പൂർവജന്മത്തിൽ പൂർത്തിയാക്കാത്ത കടമകൾ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കുണ്ടാവും എന്നുള്ളതാണ്. മുൻജന്മത്തിൽ എന്തെങ്കിലും പ്രധാന ആത്മീയ കാര്യങ്ങളും കുറേ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കടമകൾ, സോൾസുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സൊക്കെ പൂർത്തിയാകാതെ വന്ന ആത്മാക്കളാണ് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. ആ ജന്മത്തിൽ ചെയ്ത അധികാരങ്ങളും ആഗ്രഹങ്ങളും ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായിട്ടും ഈ നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ ജന്മത്തിൽ ആ തെറ്റുകൾ തിരുത്തി സ്പിരിച്വൽ സോളിൻ്റെ പർപ്പസിലേക്ക് ആത്മീയപാത പൂർത്തിയാക്കുക എന്നുള്ളതും എത്ര ഭൗതികവാദിയാണെങ്കിലും ഇവരുടെ നിയോഗമാണ് എന്നുള്ളത് ഉറപ്പാണ്. റിലീജിയസ് ആയിട്ടുള്ള പാതയല്ല കേട്ടോ, ആത്മീയ പാത, സ്പിരിച്വലായിട്ടുള്ള പാത, ആത്മാന്വേഷണം, സ്വസ്ഥതയുടെ പാത, സമാധാനത്തിൻ്റെ പാത
കണ്ടൻമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത് ഇവരുടെ നിയോഗമാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് 40 വയസ്സിന് ശേഷം മൂലം നക്ഷത്രക്കാർ കൃത്യമായ രീതിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, റിലീജിയസ് അല്ല, കൃത്യമായിട്ടുള്ള ഒരു ഉണർവ് കൊണ്ടുവന്നില്ലെങ്കിൽ കർമ്മം ഇങ്ങനെ വേദനകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ചക്രവ്യൂഹം പോലെ. മൂലം നക്ഷത്രക്കാർ നേരിടുന്ന എല്ലാ നഷ്ടങ്ങളും പ്രതിസന്ധികളും അവരെ ഭൗതിക ലോകത്തിൽ നിന്നും ഇത്രയ്ക്കിത്രയേ ഉള്ളൂ ജീവിതം എന്ന് മനസ്സിലാക്കി ആത്മീയമായ ഉണർവിലേക്ക് നയിക്കാനാണ് എന്നുള്ളതാണ്. കേതുവിൻ്റെ നക്ഷത്രവും റൂട്ട് സ്റ്റാറും വ്യാഴത്തിൻ്റെ സ്ഥലവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ലൗകികമായ ഓവർ അറ്റാച്ച്മെൻറ്റുകൾ, അനുഭവങ്ങൾ കൊണ്ട് പാഠം പഠിച്ചതിനെ അറുത്തുമാറ്റി മോക്ഷത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതിനാൽ ജീവിതത്തിൻ്റെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാവും. അതെല്ലാം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായ വേദനകളും അലച്ചിലുകളും ഒറ്റപ്പെടലുകളും സ്നേഹിക്കപ്പെട്ടിടത്തു നിന്നുള്ള തിരിച്ചടികളും എല്ലാം ആത്മീയ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുന്നതിന് പകരം ഞാൻ ഒന്നും കൂടി ഭൗതികപരമായ വിഷയങ്ങളിൽ ഓവറായിട്ട് അറ്റാച്ച്ഡായി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. അതൊരു വേദനയ്ക്കുള്ള കാരണമായിരിക്കും. ഭൗതികപരമായിട്ടുള്ള ഒന്നും വേണ്ട എന്നുള്ളതല്ല, എല്ലാം വേണം. പക്ഷെ കോൺട്രിബ്യൂട്ടറായി അറ്റാച്ച്മെൻ്റ് അധികമില്ലാതെ സ്വസ്ഥമായി അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം ഇവരുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ രോഗം എന്തൊക്കെയാണെന്നും 6th ഹൗസ്, ശനി, ചൊവ്വ എന്നിവയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ധനുരാശിയിൽ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ പൂർണ്ണമായി കിട്ടുന്ന ഒരു നക്ഷത്രമാണ്. കേതുവാണ് അധിപതി എന്നുള്ളത് കൊണ്ട് തന്നെ പാദങ്ങളിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ പറഞ്ഞല്ലോ, പാദമാണെന്ന്. ഉദരരോഗം, മുഖത്തുണ്ടാവുന്ന രോഗം, നേത്രരോഗങ്ങൾ, വാതരോഗങ്ങൾ, തുടയെല്ലുകളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, തുടയിലുണ്ടാകുന്ന രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ഹൃദയധമനിയിൽ ബാധിക്കുന്ന രോഗങ്ങൾ, റിലേഷൻഷിപ്പ് മൂലം ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളലുകൾ, ഡിവോഴ്സ്, അതൊക്കെ നിമിത്തമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് ഇവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്ക് ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണം, ഇതല്ലേ അടുത്ത വിഷയം. പരിഹരിക്കണ്ടേ? നമുക്ക് ക്ഷേത്രങ്ങൾ നോക്കാം. ക്ഷേത്രങ്ങളിൽ പോയാൽ പരിഹരിക്കപ്പെടാൻ പറ്റുമോ? പറ്റും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനും, ആഗ്രഹങ്ങളെ എന്നാണ് കാമം എന്നുള്ള അർത്ഥം. അതിനുവേണ്ടി തന്നെയാണ് ക്ഷേത്രങ്ങൾ. മോക്ഷം കിട്ടിയവരുണ്ട്, ക്ഷേത്രത്തിൽ പോയി ആ തലത്തിലൂടെ മോക്ഷം കിട്ടിയവരുണ്ട്. ഭൗതികപരമായിട്ടുള്ള സന്തോഷങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരുണ്ട്. ഉദാഹരണത്തിന് ദൂരോട്ടെങ്ങും പോകണ്ട, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ ആശ്രയിച്ച് മോക്ഷം നേടിയവരുണ്ട്, ഭൗതികപരമായിട്ടുള്ള ആനന്ദം നേടിയവരുമുണ്ട്, ധർമ്മം ബോധമുണ്ടായവരുണ്ട്, അർത്ഥം ധാരാളമായിട്ട് അറിവുകളും സമ്പത്തും ഭൗതിക വിജയങ്ങളും കിട്ടിയവരുണ്ട്, ആഗ്രഹം സാധിച്ചവരുണ്ട്, കാമം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചവരുണ്ട്. അതേപോലെ തന്നെ മോക്ഷം ലഭിച്ചവരുമുണ്ട്. മോക്ഷം താരതമ്യേന കിട്ടാൻ കുറവുള്ളതും വളരെ പാടുള്ളതും ആയതുകൊണ്ട് എണ്ണം കുറവാണെന്നേ ഉള്ളൂ. ക്ഷേത്രം കൊണ്ട് അത് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളെക്കാട്ടിലും കൂടുതൽ ബോധമുള്ളത് ഋഷിമാർക്കായതുകൊണ്ടും ദീർഘദൃഷ്ടിയുള്ളവരായതുകൊണ്ടും എല്ലാ സത്യത്തെ കണ്ടറിഞ്ഞവരായുള്ളവരും സത്യത്തെ തിരിച്ചറിഞ്ഞവരായതുകൊണ്ടും ആത്മീയ ബോധമുള്ളവരായതുകൊണ്ടും അവരത് സെറ്റ് ചെയ്യുന്നു. അത് കണ്ടായിരിക്കും. നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പലതും പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ആയിരിക്കും നമ്മളീ പോയ വഴികളിലൂടെ എല്ലാം പോയി ആത്മീയമായ ഉണർച്ചയും സത്യവും തിരിച്ചറിഞ്ഞ ആൾക്കാർ നമ്മളെ കാണുമ്പോഴും പറയുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഇവർ വരും. അവർക്ക് വേണ്ടി ലളിതമായ രീതിയിൽ എങ്ങനെ കയറി വരാം എന്ന് നോക്കിയാൽ അവരുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷമായാലും ആയുർവേദമായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കർമ്മക്ഷയത്തിനുള്ളൊരു സ്ഥലവും കൂടിയാണ് ക്ഷേത്രം.
അതിൽ മൂലം നക്ഷത്രക്കാരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീശൈലം മല്ലികാർജുന സ്വാമി ക്ഷേത്രമാണ്. ശ്രീശൈലത്ത് ആന്ധ്രാപ്രദേശത്തിലാണ് ഭഗവതിയും ഭഗവാനും ഒരു ക്ഷേത്രമാണ്, ശ്രീശൈലമാണ്. എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ ഉള്ള ഒന്നോ രണ്ടോ, ഒന്ന് രാമേശ്വരമാണ്, പിന്നെ ഒന്ന് ശ്രീശൈലമാണ്. അപ്പോൾ ജ്യോതിർലിംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പോയി തൊഴുക, പ്രാർത്ഥിക്കുക, ഗുണമുണ്ടാവും. പിന്നെ തമിഴ്നാട്ടിൽ മൂലം നക്ഷത്രത്തിൻ്റെ സ്റ്റാർ ടെമ്പിൾ എന്ന് പറയുന്നത് ശ്രീ ശൃംഗേശ്വര സ്വാമി ക്ഷേത്രമാണ്. അതും നിങ്ങൾ പോയി തൊഴുക. നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. അത് നിങ്ങളതിൻ്റെ റൂട്ട് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. ഈ 2 ക്ഷേത്രവും സൗത്ത് ഇന്ത്യയിലുള്ളതാണ്. അതേപോലെ തന്നെ മൂലം നക്ഷത്രത്തിൻ്റെ കേതുവിൻ്റെ ക്ഷേത്രം, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ തമിഴ്നാട്ടിൽ കേതുവിൻ്റെ ക്ഷേത്രവും, അതുപോലെ തന്നെ പിള്ളയാർ കോവിൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഗണപതി ഭഗവാന്റെ പ്രധാന ക്ഷേത്രം പിള്ളയാർ കോവിൽ ഒരുപാടുണ്ട്. അതിൽ പ്രശസ്തമായിട്ടുള്ള ഗണപതി ക്ഷേത്രങ്ങളൊക്കെ തന്നെ മൂലം നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന സ്ഥലങ്ങളാണ്. പ്രധാനമായിട്ടും ശ്രീശൈലത്ത് ഒരിക്കലെങ്കിലും പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീ ശൃംഗേശ്വര സ്വാമി ക്ഷേത്രത്തിലും പോയി തൊഴുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൂല നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുള്ളത്. നല്ല കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക. മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുസ്ഥാനത്തൊക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അതിൽ വേണ്ടതെടുത്ത് ബാക്കിയുള്ളവ തള്ളിക്കളഞ്ഞ് ജീവിതം ഭംഗിയാക്കാൻ നോക്കുക, സാധനങ്ങൾ ചെയ്യുക. ജീവിതത്തെ വളരെ കുറച്ച് സമയമാണ് മനുഷ്യന് ഭൂമിയിൽ ഈശ്വരൻ അനുവദിച്ചു തന്നിട്ടുള്ളത്, ഈ ശരീരത്തിൽ അനുവദിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ പേരിൽ, ഈ പേഴ്സണാലിറ്റിയിൽ ആ സമയത്തെ സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ മല്ലികാർജുന സ്വാമിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് പോവാം. അടുത്തത് പൂരാടമാണ്, ശുക്രൻ്റെ നക്ഷത്രമാണ്. രസമുള്ളൊരു നക്ഷത്രമാണ്. നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. നമസ്കാരം.